കാലത്ത് എഴുന്നേറ്റിട്ട് ചെറു ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക, എന്നിട്ട് കുറച്ച് തേനും കൂടി ഇട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ വണ്ണം കുറയുമെന്ന് പറയുന്നത് ശരിയാണ്. ഇപ്പം ഞങ്ങൾക്ക് യെസ്സും പറയാൻ പറ്റില്ല, നോവും പറയാൻ പറ്റില്ല. ഇപ്പം ഞങ്ങളൊരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ താഴത്ത് ഇഷ്ടംപോലെ കമന്റ് വരും, ഞാൻ ഇത്ര കുറഞ്ഞോളൂ നിങ്ങൾ എന്താ നോ പറഞ്ഞു എന്നുള്ള രീതിയിൽ. പക്ഷെ അത് ഞങ്ങളുടെ ഒരു ഫിട്രീറ്റിന്റെ ഒരു പോയിന്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതിന്റെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഭക്ഷണം ഇറ്റ്സ് ഓൺലി എ പാർട്ട്, റൈറ്റ്? അത് മാത്രം കുടിച്ചാൽ മേ ബി കുറഞ്ഞ ആൾക്കാരുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ താഴത്ത് കാണാൻ 10 കിലോ കുറഞ്ഞു, ഞാൻ 5 കിലോ കുറഞ്ഞു എന്നൊക്കെ നമുക്ക് കമന്റ്സ് വരും. പക്ഷെ ഞങ്ങളത് മാത്രമായിട്ട് ഒരിക്കലും സജസ്റ്റ് ചെയ്യാം. ഇറ്റ്സ് ഓൺലി എ പാർട്ട്. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പൊ ലെമൺ ആണെങ്കിൽ നല്ലതാണ്, വൈറ്റമിൻസ് റിച്ച് ആണ്, അങ്ങനെ കുറെ ബെനിഫിറ്റ്സ് അതിനകത്തുണ്ട്. ഹണി ആണെങ്കിലും അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷെ ഇത് മാത്രം കുടിച്ച് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതല്ല. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് റിവേഴ്സ്ലി എഫക്ട് ചെയ്യും, ചില ആൾക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ നമ്മളുടെ ബോഡിക്ക് എന്താണോ അനുയോജ്യമായിട്ടുള്ളത് അത് നമ്മൾ ലൈഫ് ലോങ്ങിലേക്ക് കൊണ്ടുപോവുക. ഫസ്റ്റ് വേണ്ടത് ബിലീഫ് സിസ്റ്റം സ്ട്രോങ് ആക്കുക. അതാണ് ഫസ്റ്റ്. വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ബിലീഫ് സിസ്റ്റം സ്ട്രോങ് ആക്കുക. എന്ത് ഭൂകമ്പം വന്നു കഴിഞ്ഞാലും ഞാൻ എൻ്റെ ബോഡി ഈ ഒരു ലെവലിലേക്ക് എത്തിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാ കാര്യങ്ങളും നമുക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഭക്ഷണം കൺട്രോൾ ചെയ്യണം. മമ്മൂക്ക പറഞ്ഞത് തന്നെ, ഇഷ്ടമുള്ളത് എന്തും തിന്നാം, ഇഷ്ടമുള്ള അത്ര തിന്നാൻ പാടില്ല. മൂപ്പര ഫിലോസഫി ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ട്രാവൽ ചെയ്യാം.